ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കൊന്ന് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അതെല്ലാം ഞാൻ നല്ല കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അതൊന്ന് തീയൽ വയ്ക്കാം. നല്ല നാടൻ ചെമ്മീൻ തീയൽ. ഓക്കെ, അപ്പം അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം നോക്കാം. നല്ല ചെമ്മീനുണ്ട്, നമ്മളതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയുണ്ട്. ഇപ്പോൾ ഒരു കിലോ ചെമ്മീനുണ്ട്. അതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് അതിനകത്തെ അതൊക്കെ കളഞ്ഞ് എല്ലാം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം പുളി, നല്ല വാളൻപുളിയാണ്, കുറച്ചൊരു പുളി എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒരു തക്കാളി, പിന്നെ കുറച്ച് ചെറിയുള്ളി, മുരിങ്ങക്ക, പിന്നെ 4-5 പച്ചമുളക്, അതൊരു എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് തീയെല്ലാം ആവശ്യമായിട്ട് ഒരു തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുരുമുളക് തേങ്ങ ഒന്നിച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. മല്ലിയുടെ മുളകിലേക്ക് ആ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പാൻ വെച്ചു, ഇതിലേക്ക് ഒരല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, ചെറിയുള്ളി, മുരിങ്ങ, പച്ചമുളക് ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി, തക്കാളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് ഈ ഒരു സ്റ്റേജിൽ എല്ലാം ഒന്ന് വാടി ഈ ഒരു പരിവായി മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചെമ്മീൻ അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ തീയൽ നല്ല തിളച്ച് റെഡിയായി വരുന്നുണ്ട്, നല്ല വെന്ത് വരുന്നുണ്ട്. ചെമ്മീനൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. നമുക്കിടയ്ക്കാവുന്ന ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടിപ്പം ചൂടെല്ലാം മാറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ അങ്ങനെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം പോലും വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം.